ഇവിടെ ഞങ്ങൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിക്കും ഇംഗ്ലീഷുമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി ലാംഗ്വേജുകൾക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. കാരണം ഇതൊരു ഒരു ഡൊമസ്റ്റിക് ഇവൻറ്റ് പോലെയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കുട്ടികളെ അവരുടെ ടാലൻറ്റുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസാണ്. കൂടുതലും വരുന്നത് വർക്ക്ഷോപ്സാണ്. ഇപ്പോൾ തന്നെ നമുക്ക് സ്റ്റോറി ടെല്ലിംഗ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇവൻറ്റ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും രാവിലെയും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളത് തന്നെ ഒരു ഇല്ലസ്ട്രേഷൻ എക്സിബിഷൻ ഹാളിലാണ്. ഇത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇല്ലസ്ട്രേഷൻ എക്സിബിഷനാണ്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഈ കുട്ടികളുടെ പുസ്തകങ്ങളിൽ വരുന്ന ഇല്ലസ്ട്രേഷൻസാണ്. അതൊരു കോമ്പറ്റീഷൻ നടത്തിയിട്ടാണ് ഇത്രയും കളക്ഷൻ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ് കൊടുത്തുകൊണ്ടാണ്. വലിയ എമൗണ്ടാണ് സമ്മാനം. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വർക്ക്ഷോപ്പുകളാണ്. വ്യത്യസ്തമായിട്ടുള്ള പല സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്സ് എല്ലാ 6 ഹാളുകളായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുക്കറി ഷോസ് ഉണ്ട്, കോമിക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബുക്ക് എക്സിബിഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വലിയൊരു എക്സിബിഷൻ പുതുതായിട്ട്, അതായത് ഷെർലോക്ക് ഹോംസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാസ്റ്റും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയൊരു എക്സിബിഷൻ ഞങ്ങൾ UAE ആദ്യമായിട്ടാണ് ഈ ഷെർലോക്ക് ഹോംസ് എക്സിബിഷൻ നടക്കുന്നത്. അത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാനും ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്നും എങ്ങനെയാണ് ക്രൈം ത്രില്ലർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് ആ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഇത് വളരെ ഉപകാരം ചെയ്യുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇവിടെ കുറേ ഈ ഫെസ്റ്റിവൽ ക്യാരക്ടേഴ്സ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്ക് പല ടൈപ്പിലുള്ള ക്രിയേച്ചേഴ്സ്, അതുപോലെ തന്നെ ആനിമേറ്റഡ് ഫിഗേഴ്സ്, ഇതൊക്കെ തന്നെ എല്ലാ സമയത്തും നമുക്ക് ഈ ഹാളുകളിലൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഇപ്പോൾ UAE നമ്മുടെ മലയാളി കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്, ഈ കുട്ടികളെയും കൊണ്ട് പാരൻസ് ഒരു ദിവസം ലീവ് എടുത്തിട്ടെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ രാത്രി 9 മണി വരെ ഇവൻറ്റ്സ് തുറന്നിരിക്കുകയാണ്. ഫുൾ എൻട്രി ഫ്രീ ഓഫ് ചാർജാണ്. ഒരു പൈസയും ചാർജ് ചെയ്യുന്നില്ല, രജിസ്ട്രേഷനും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സിബിഷൻ നിങ്ങളുടെ വാതിൽക്കൽ എത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് എല്ലാ പാരൻസും കുട്ടികളെയും കൂട്ടി ഇവിടെ ഒരു ദിവസമെങ്കിലും മിനിമം ലീവ് എടുക്കേണ്ടി വന്നാൽ ലീവ് എടുത്തിട്ടെങ്കിലും നിങ്ങൾ വരണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം അത്രമാത്രം പൈസയും ടൈമും സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും മാസീവ് സ്കെയിലിൽ ഈ 6 ഹാളുകളായിട്ട് ഇത്രയും വലിയൊരു എക്സിബിഷൻ സൗജന്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ലോകത്തെവിടെയും നിങ്ങൾക്കിങ്ങനെ സൗജന്യമായിട്ട് കിട്ടില്ല. ഇതിന് ഓരോന്നിനും 100 ദിർഹംസും 200 ദിർഹംസും ചാർജ് ചെയ്യുന്ന മാത്രമുള്ള ക്വാളിറ്റി ഉള്ള എക്സിബിഷൻസാണ്, അല്ലെങ്കിൽ വർക്ക്ഷോപ്സാണ്, അല്ലെങ്കിൽ കോൺഫറൻസുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ബോൾ റൂമുണ്ട്. ഈ ബോൾ റൂമിൽ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്, നാടകങ്ങൾ, കുട്ടികളുടെ ചിന്തർല പോലെയുള്ള നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകാരിവിടെ, ഇന്ത്യയിൽ തന്നെ ഏകദേശം 5 5 6 എഴുത്തുകാരിവിടെ വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകളടക്കം ഇവിടെ അവർ നല്ലൊരു എഴുത്തുകാരിയാണ്, അവർ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് എഴുത്തുകാർ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ കാണാനുള്ള അവസരമാണ്. പുസ്തകങ്ങൾ 25% ഡിസ്കൗണ്ടിൽ ഇവിടെ അവൈലബിൾ ആണ്. ഹോൾ നമ്പർ 4ലും 3ലും ആയിട്ട് 10,000 പുസ്തകങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 25% ഡിസ്കൗണ്ടാണ് ഓരോ പുസ്തകത്തിനും കിട്ടുന്നത്. വളരെ വില കുറവുള്ള 3 ദിർഹം മുതൽ അങ്ങോട്ട് പുസ്തകങ്ങൾക്കൊക്കെ മേടിക്കാൻ കിട്ടും, ആ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ. അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ്, പിന്നെ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൻ്റെ ഒരുപാട് അവരുടേതായിട്ടുള്ള ചില ഡിസ്പ്ലേകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മൊത്തത്തിൽ ഒരു ഫെസ്റ്റീവ് ഒരു ലുക്കാണ് നമ്മൾ മൊത്തത്തിൽ ഈ എക്സ്പോ സെൻറ്ററിന് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ബ്രാൻഡിങ് ആണ് ചെയ്തിരിക്കുന്നത്. അതുതന്നെ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും എല്ലാ പാരൻസിനെയും ഹാർദവമായി ഷാർജ എക്സ്പോ സെൻറ്ററിലേക്ക്, ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അത് ഷാർജ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനാണ്. പ്രായമേറിയിട്ടുള്ള ആ മനുഷ്യൻ ഇന്നും വളരെ സജീവമായിട്ട്, ഇന്ന് രാവിലെ 10 മണിക്ക് അദ്ദേഹമാണ് ഈ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവൽ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. 2-3 മണിക്കൂർ അദ്ദേഹം ഇവിടെ എല്ലാം കറങ്ങി കണ്ട് സന്തോഷവാനായിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഓർക്കാതെ നമുക്ക് ഒരു ഇവൻറ്റും, ഷാർജയിൽ നടക്കുന്ന ഒരു കൾച്ചറൽ ഇവൻറ്റും കംപ്ലീറ്റ് ആവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു എഫേർട്ട് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.